വിവാഹമോചനത്തിന് ശേഷം മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശത്തിനുള്ള അവകാശമുണ്ടെന്ന് വിധി പുറപ്പെടുവിച്ച 1985-ലെ മുഹമ്മദ് അഹമ്മദ് ഖാൻ വേഴ്സസ് ഷാ ബാനോ ബേഗം കേസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ഏറ്റവും പുതിയ ബോളിവുഡ് സിനിമയായിട്ടുള്ള ഹക്ക്. ആ വിധിക്ക് ശേഷം നിയമം ഏത് രീതിയിലാണ് അപ്ലൈ ചെയ്യപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ വന്നിരുന്നു. അത്തരത്തിലുള്ള നിയമപരമായ നൂലാമാലകളുടെ ഉള്ളിലേക്ക് പൂർണ്ണമായിട്ട് പോകാൻ ഈ സിനിമ താല്പര്യപ്പെടുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, അങ്ങനെ പോയി കഴിഞ്ഞാൽ യൂണിഫോം സിവിൽ കോഡ് അടക്കം നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിളുകളുടെ ഇന്റർപ്രിട്ടേഷൻ കാരണം ഇന്നും അവസാനിക്കാത്ത തർക്കങ്ങളിലേക്ക് ഈ സിനിമയും പോകും. സുപൻ വർമ്മ സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമ കേന്ദ്ര കഥാപാത്രത്തെ, അവരുടെ അവസ്ഥയെ എമ്പതിയോടെ നോക്കുന്ന ഒരു സിനിമയാണ്. നല്ല കുറച്ച് പെർഫോമൻസുകളുടെ സഹായത്തോടെ യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു കാര്യത്തിന്റെ ഡോക്യുമെന്റേഷനാണ് ഒരു പരിധിവരെ ഈ സിനിമ ചെയ്യുന്നത്. 1967-ൽ ഷാസിയ ബാനോ വക്കീലായിട്ടുള്ള മുഹമ്മദ് അഹമ്മദ് ഖാനെ വിവാഹം ചെയ്യുന്നു. ഒരൽപ്പം വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഖാൻ പാകിസ്ഥാനിലേക്ക് പോകുന്നു. തിരിച്ചു വരുന്ന അദ്ദേഹം രണ്ടാം ഭാര്യയായിട്ടുള്ള സൈറയുടെ കൂടെയാണ് വരുന്നത്. അപ്രതീക്ഷിതമായ ഈ ഒരു സംഭവം രണ്ടുപേരുടെയും ബന്ധത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കുകയും ഒടുവിൽ അവർ വേർപിരിഞ്ഞ് താമസിക്കുകയും ചെയ്യുന്നു. ചിലവിനായിട്ട് തന്നുകൊണ്ടിരുന്ന പൈസ ഇസ്ലാമിക് നിയമത്തിലെ ചില ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ച് ഖാൻ തരുന്നത് നിർത്തുകയും അതിനെതിരെ ഷാസിയ നടത്തുന്ന നിയമ പോരാട്ടവുമാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ താറടിച്ച് കാണിക്കാൻ സാധിക്കുന്ന ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലും ഹക്ക് അതിന് മുതിരുന്നില്ല എന്നത് വലിയൊരു ആശ്വാസമാണ്. പടത്തിൽ പ്രതിപാദിക്കുന്ന വിഷയത്തിന്റെ ഇമോഷണൽ സൈഡിലേക്കാണ് കൂടുതലായിട്ട് ഫോക്കസ് പോകുന്നത്. മതത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളെ വളച്ചൊടിച്ച് പാട്രിയാർക്കലായിട്ടുള്ള രീതികളെ നിലനിർത്താൻ ശ്രമിക്കുന്നതിനെയാണ് പടം വിമർശിക്കുന്നത്. ഇതിൽ തന്നെ എതിർപക്ഷത്തുള്ള വ്യക്തിയെ പച്ചയ്ക്ക് സ്ത്രീവിരുദ്ധത പറയുന്ന ഒരു കോമാളിയായിട്ടല്ല കാണിച്ചിട്ടുള്ളത്. ഷാസിയ എന്തുകൊണ്ട് അയാളെ ഇഷ്ടപ്പെട്ടു എന്നും എന്തുകൊണ്ട് അയാൾക്കൊപ്പം തുടരാൻ കുറച്ചെങ്കിലും ശ്രമിച്ചു എന്നതിനുമൊക്കെ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. സ്ത്രീകളെ രണ്ടാം തരക്കാരായിട്ട് കാണുന്ന സ്റ്റാറ്റസ് കോ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരു ബുദ്ധിമാനായ വക്കീലായിട്ടാണ് മുഹമ്മദ് അഹമ്മദ് ഖാനെ ഈ സിനിമ ചിത്രീകരിക്കുന്നത്. സിനിമയുടെ ഒന്നാം പകുതി ഡോക്യുമെന്റേഷനും ഡ്രാമയും നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ഒരു ടിപ്പിക്കൽ കോർട്ട് റൂം ഡ്രാമയിലേക്ക് പടം ഒതുങ്ങുന്നുണ്ട്. എഡിറ്റിങ്ങിൽ കട്ട് ബ്ലാക്ക് എല്ലാം വരുന്നത് വളരെ അധികമാണ് ഈ ഒരു ഭാഗത്ത്. രണ്ടാം പകുതിയിൽ ഞാൻ ഈ പറഞ്ഞ സ്വല്പം വീക്കായിട്ടുള്ള ഭാഗങ്ങളിൽ പോലും സിനിമ നമ്മളെ അധികം മുഷിപ്പിക്കാത്തത് യാമി ഗൗതമിന്റെ പെർഫോമൻസ് കൊണ്ടാണ്. സുപ്രീം കോടതിയുടെ ഉള്ളിൽ ജഡ്ജിന്റെ മുമ്പിൽ സ്വന്തം കേസ് ഷാസിയ പ്രസന്റ് ചെയ്യുന്ന ഒരു വലിയ സീക്വൻസ് ഈ പടത്തിലുണ്ട്. അതിലൊരു മേജർ പോർഷൻ കാണിക്കുമ്പോൾ സിനിമ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒട്ടും തന്നെ ഉപയോഗിക്കുന്നില്ല. യാമിയുടെ പെർഫോമൻസ് അത്രയ്ക്ക് ഗംഭീരമായതുകൊണ്ട് തന്നെയാണ് അത്. ചാടിത്തുള്ളി നടക്കുന്ന ചെറുപ്പക്കാരിയിൽ നിന്ന് എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ട ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്ന ആളായിട്ടുള്ള ട്രാൻസിഷൻ യാമി ഗംഭീരമായിട്ട് തന്നെ സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇമ്രാൻ ഹാഷ്മി മുഹമ്മദ് അഹമ്മദ് ഖാനെ സ്വല്പം ഹ്യൂമനൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ മൊത്തം കേസിനെ ഖാൻ മതത്തിനെതിരായിട്ടുള്ള ഒരു അറ്റാക്കായിട്ട് കോടതിയിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു സീനുണ്ട്. ഈ സിനിമയിലുള്ള ഒരു വക്കീൽ കഥാപാത്രത്തെ പോലെ ഒരുപക്ഷെ പ്രേക്ഷകരും അയാൾ പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ടല്ലോ എന്ന രീതിക്ക് ചിന്തിച്ചു പോകും. അത്രയ്ക്ക് കൺവിൻസിംഗ് ആയിരുന്നു ആ പെർഫോമൻസ്. രണ്ടാം ഭാര്യയായിട്ട് വന്നിട്ടുള്ള വർത്തിക സിംഗിന് കാര്യമായൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ പ്രതിസന്ധിയിലും ഷാസിയയ്ക്കൊപ്പം നിൽക്കുന്ന അച്ഛൻ കഥാപാത്രത്തെ ഡാനിഷ് ഹുസൈൻ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഷീബ ചഡ്ഡ അവതരിപ്പിച്ചിട്ടുള്ള വക്കീൽ കഥാപാത്രത്തിന് കുറച്ചുകൂടെ സ്പേസ് ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷെ കഥയിൽ പ്രാധാന്യമുണ്ടെങ്കിലും പെർഫോം ചെയ്യാൻ കാര്യമായിട്ടൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അനാവശ്യമായിട്ട് സെൻസേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന എലമെന്റുകളിലേക്കല്ല ഹക്ക് എന്ന സിനിമ ഫോക്കസ് ചെയ്യുന്നത്. മതത്തെ ഒരു മറയാക്കിയിട്ട് ഏകപക്ഷീയമായിട്ട് വിവാഹത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നടപടിയിലെ ഇൻസെൻസിറ്റിവിറ്റിയെയാണ് പടം ചോദ്യം ചെയ്യുന്നത്. ഒറിജിനൽ കേസിലെ കഥാപാത്രങ്ങളുടെ പ്രായവും കാര്യങ്ങളുമായിട്ട് ഈ സിനിമയിലെ സംഭവങ്ങൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. രേഷുനാഥ് എഴുതിയിട്ടുള്ള ഈ സിനിമ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് സപ്പോർട്ട് എത്രത്തോളം നിർണായകമാണ് എന്നതൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഷാസിയയുടെ അച്ഛനെ സംരക്ഷകനായിട്ട് ഗ്ലോറിഫൈ ചെയ്യുകയല്ല ചെയ്യുന്നത്. മകളുടെ കൂടെ നിൽക്കുക എന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ലോജിക്കൽ ആയിട്ടുള്ള കാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളായിട്ടാണ് ആ കഥാപാത്രത്തെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ സിനിമയുടെ ഒന്നാം പകുതിയിൽ ഒരുപാട് ഇമോഷനുകളും ഒരുപാട് ഇവന്റുകളും നടക്കുന്നുണ്ട്. എന്നാൽ രണ്ടാം പകുതിയിലെ മൊമെന്റുകളിലേക്ക് വരുമ്പോൾ കാര്യമായൊരു ഉദ്വേഗം സൃഷ്ടിക്കാൻ എഴുത്തിന് സാധിക്കുന്നില്ല. ആ കഥാപാത്രത്തിനോട് പ്രേക്ഷകർക്ക് തോന്നുന്ന സിമ്പതി ഉപയോഗിച്ച് സിനിമ ആ ഭാഗത്ത് രക്ഷപ്പെട്ടു പോകുന്നത് പോലെയാണ് തോന്നിയത്. ഈ ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക എന്നതിലും ഷാ ബാനോ ബേഗം നടത്തിയ നിയമ പോരാട്ടം ഡോക്യുമെന്റ് ചെയ്യുക എന്നതിലും ഹക്ക് എന്ന സിനിമ ഒരു പരിധിവരെ വിജയിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു പ്രിമൈസ് ഉപയോഗിച്ച് കമ്പല്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമ അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയോ എന്ന് ചോദിച്ചാൽ ഫിലിം മേക്കിംഗ് ശരാശരി മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. പ്രൊപ്പഗണ്ട സിനിമകൾ കുത്തിയൊലിച്ച് വരുന്ന ഈ കാലത്ത് സെൻസർ ബോർഡിന്റെ ഇരട്ടത്താപ്പുകളെ സമർത്ഥമായിട്ട് ഉപയോഗിച്ചിട്ട് ഒരു സോഷ്യൽ ഡ്രാമ ഇറക്കി എന്നത് വേണമെങ്കിൽ ഈ സിനിമയുടെ ഒരു സ്മാർട്ട്നെസ് ആയിട്ട് പറയാം. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്